ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെഡ്യൂൾഡ് ബാലൻസ് ഷീറ്റ് 6 എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓഡിറ്റ് ആൻഡ് കംപ്ലയൻസ് എടുക്കുക. ഓഡിറ്റ് ആൻഡ് കംപ്ലയൻസിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ബാലൻസ് ഷീറ്റ് എടുക്കുക. ഈ ബാലൻസ് ഷീറ്റിൽ നമ്മൾ സാധാരണ ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് അതർ നോൺ കറണ്ട് അസറ്റ്സ് എന്നുള്ള ഹെഡിലായിരിക്കും മിക്കവാറും വന്ന് കിടക്കുക. നമ്മളതിനെ ഈ ഫിക്സഡ് അസറ്റിൻ്റെ ഹെഡിലേക്ക് ടാഞ്ചിബിൾ അസറ്റ്, അതിനകത്ത് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, വെഹിക്കിൾസ് എന്ന ഹെഡിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നത് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു അസറ്റ് വാങ്ങുന്ന എൻട്രി F9 എടുക്കുക, പർച്ചേസ് എടുക്കുക. പർച്ചേസിൽ ഇൻവോയ്സ് മോഡിലാണ് ഇപ്പോൾ പർച്ചേസ് കിടക്കുന്നത്. ഇൻവോയ്സ് മോഡിലാകണം. ഇവിടെ ഐറ്റം ഇൻവോയ്സ് എന്ന് കാണിച്ചാൽ ഇവിടെ കാണുന്നത് ഇൻവോയ്സ് മോഡാണ്, പർട്ടിക്കുലേഴ്സാണ് കിടക്കുന്നത്. ക്യാഷ് പർച്ചേസാണ് നമ്മൾ നടത്തുന്നത്. ക്യാഷ് പർച്ചേസ് നമ്മൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്കൂട്ടറാണ് വാങ്ങുന്നത്. അപ്പോൾ Alt C അടിക്കുക, സ്കൂട്ടറിൻ്റെ അണ്ടർ ഫിക്സഡ് അസറ്റ് രേഖപ്പെടുത്തുക. ഫിക്സഡ് അസറ്റ് നമ്മൾ രേഖപ്പെടുത്തിയതിന് ശേഷം ലെഡ്ജർ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം എമൗണ്ട് ഇപ്പോൾ 1,25,000 രൂപയാണ് നമ്മൾ സ്കൂട്ടറിന് കൊടുക്കുക. നോർമൽ നമ്മൾ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റിൻ്റെ അണ്ടറിലായിരിക്കും സ്കൂട്ടർ വന്നിട്ടുണ്ടാവുക. ഇനി നമ്മൾ ഷെഡ്യൂൾഡ് ബാലൻസ് ഷീറ്റ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഷെഡ്യൂൾഡ് ബാലൻസ് ഷീറ്റ് എടുക്കാനായിട്ട് ഓഡിറ്റ് ആൻഡ് കംപ്ലയൻസ് എന്നുള്ളത് എടുക്കുക. ഓഡിറ്റ് ആൻഡ് കംപ്ലയൻസിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിനകത്ത് ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിയുമ്പം ഇവിടെ അൺഗ്രൂപ്പ്ഡ് ഫിക്സഡ് അസറ്റ്, ഇവിടെയാണ് നമ്മളുടെ സ്കൂട്ടർ കിടക്കുന്നത്. സ്കൂട്ടർ ഉണ്ടോ, അൺഗ്രൂപ്പ്ഡ് ഫിക്സഡ് അസറ്റിലാണ് കിടക്കുന്നത്. ഇതിനെ ഇനി നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിക്കുക. ഇവിടെ വരുമ്പോൾ സ്കൂട്ടർ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് സ്പേസ് ബാറോ Ctrl Alt A പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഗ്രീൻ കളറിൽ വരും. ദെൻ നമ്മൾ മൾട്ടി ക്ലാസിഫൈ എന്നുള്ളത് എടുക്കുക. എൻറ്റിയർ ബാലൻസ് ആണ് നമുക്ക് അങ്ങോട്ട് മാറ്റേണ്ടത്. വെഹിക്കിൾസിലേക്കാണ് മാറ്റേണ്ടത്. ഫ്രീ ഹോൾഡ് വെഹിക്കിൾസ് ഗ്രോസ് എന്നുള്ള ഹെഡിലേക്കാണ് നമുക്ക് ഈ എമൗണ്ട് മാറ്റേണ്ടത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഫിക്സഡ് അസറ്റിൻ്റെ ടാഞ്ചിബിൾ അസറ്റിൻ്റെ ഗ്രൂപ്പ് എടുക്കുമ്പോൾ വെഹിക്കിൾസ് എന്നുള്ള അണ്ടറിലേക്ക് വരും. അപ്പോൾ നമ്മൾ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫ്രീ ഹോൾഡ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഗ്രോസ് എമൗണ്ട് എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സാണ് അൺഗ്രൂപ്പ്ഡ് അസറ്റിൽ കിടക്കുന്നതെങ്കിൽ അതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫ്രീ ഹോൾഡ് ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ഗ്രോസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമ്മൾ വെഹിക്കിൾസ് ആണെങ്കിൽ ഫ്രീ ഹോൾഡ് വെഹിക്കിൾസ് ഗ്രോസ് എന്നുള്ള ഇതാണ് എടുക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് നോട്ട് നമ്പർ കൊടുക്കണം. നോട്ട് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ ഐറ്റത്തിനും നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാക്കും. ഇപ്പോൾ ഇവിടെ ഈ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ് 11,85,000 ആണ് കാണുന്നത്. ഇതിൻ്റെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കൂടുന്നതാണ് ഈ എമൗണ്ട് എന്ന് കാണിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ ഷെഡ്യൂൾസ് എന്ന് പറയുക. ഷെഡ്യൂൾസിന് നമ്മൾ നോട്ട് നമ്പർ കൊടുക്കാനായിട്ട് F8 നോട്ട് നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. ഷെയർ ക്യാപിറ്റലിന് 5ാമത്തെ നോട്ട്, റിസർവ് ആൻഡ് സർപ്ലസ് 6. ഇനി ഇവിടെ പ്രിൻറ്റ് ഈവൻ സീറോ ബാലൻസ്. ഈ പ്രിൻറ്റ് ഈവൻ സീറോ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ P&L ബാലൻസ് ഷീറ്റും നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് സീറോ വാല്യൂ ഉള്ള ഐറ്റവും
ആ ഫോർമാറ്റിനകത്ത് കയറി വരണമെങ്കിൽ ഇവിടെ യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തേക്കുക. നോ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എമൗണ്ട് ഉള്ളത് മാത്രമാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുവുള്ളൂ. അപ്പോൾ നോട്ട് നമ്പർ ഇവിടെ കൊടുത്തേക്കുക. 5ാമത്തെ നോട്ട്, 6ാമത്തെ നോട്ട്, 7ാമത്തെ നോട്ട്. അപ്പോൾ 7ാമത്തെ ഷെഡ്യൂളാണ്. 8, 9 നമ്മൾ സേവ് ചെയ്യുക, അക്സെപ്റ്റ് അടിച്ച്. അതിന് ശേഷം നമ്മൾ ബാലൻസ് ഷീറ്റ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോവുക. ഇവിടെ നമ്മൾ PDF ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൾ ലാംഗ്വേജസിൽ വരും. ദെൻ നമ്മൾ PDF പോർട്ടബിൾ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുക. ബാലൻസ് ഷീറ്റാണ്. ഓപ്പൺ എക്സ്പോർട്ടഡ് ഫയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിനെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പോൾ അത് പോയേക്കുന്നത് സിക്കകത്തേക്കാണ് പോയേക്കുന്നത്. സിക്കകത്ത് ടാലി ERP9 ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തേക്കുന്നതാണ്. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ആ ഓപ്ഷൻ 0 ബാലൻസ് ആണെങ്കിലും ഈ ഹെഡിങ് കാണിക്കണം എന്ന് നമ്മൾ എസ് കൊടുത്തതുകൊണ്ടാണ് ഇവിടെയൊക്കെ കണ്ടോ ഹെഡിങ്സ് ഉണ്ട്, എമൗണ്ട് ഇല്ലാണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഈ നോട്ട് നമ്പർ ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഈ ഷെഡ്യൂൾ നമ്പർ 5 പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് കിട്ടും. ഇവിടെ ഫിക്സഡ് അസറ്റ് ഇതിനൊരു ലിസ്റ്റ് ഉണ്ടാവും. അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്നത് 7ാമത്തെ നോട്ടിനകത്താണ്. അപ്പോൾ നമുക്കത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കും. ഡിപ്രീസിയേഷൻ P&L ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളതാണ് അടുത്ത നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ സ്കൂട്ടറിൻ്റെ ഡിപ്രീസിയേഷൻ 10% സ്കൂട്ടറിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് അസ്യൂം ചെയ്യുക. F7 എടുക്കുക. ഡിപ്രീസിയേഷൻ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. ഡിപ്രീസിയേഷൻ്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പം അണ്ടർ വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സ്കൂട്ടറിൻ്റെ വാല്യൂ 1.25 ലക്ഷം രൂപയാണ്. അപ്പോൾ 12,500 രൂപ ഡിപ്രീസിയേഷൻ വരും. സ്കൂട്ടറിൻ്റെ വാല്യൂ അത്രയും കുറയണം. ഇനി നമ്മൾ ഷെഡ്യൂൾഡ് P&L എടുത്തു കഴിയുമ്പം ഓഡിറ്റ് ആൻഡ് കംപ്ലയൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതിനകത്ത് പോയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് വന്നേക്കുന്നത് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസിലാണ്. അപ്പോൾ ഇതെങ്ങനെ ഇങ്ങോട്ട് വരുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതർ എക്സ്പെൻസിലായിരിക്കും അത് കിടക്കുക. അതർ എക്സ്പെൻസിൽ കിടക്കുമ്പം നമ്മളിതുപോലെ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് സെലക്ട് ചെയ്യുക. മൾട്ടി ക്ലാസിഫൈ എന്ന് കൊടുക്കുക. എൻഡിയർ ബാലൻസ് കൊടുക്കുക. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് എന്നുള്ള ഹെഡിലേക്ക് വേണം ഇത് മൊത്തം മാറ്റാനായിട്ട്. ഇവിടെയും നമുക്ക് നോട്ട് നമ്പർ കൊടുക്കാം. ഇവിടെയും 0 ബാലൻസ് ആണെങ്കിലും പ്രിൻ്റ് വന്നെങ്കിൽ നമ്മളവിടെ എസ് കൊടുക്കണം. 0 ബാലൻസ് ആണെങ്കിലും വരണ്ടായെങ്കിൽ നമ്മൾ നോ കൊടുത്താൽ മതി. ഓരോന്നിനും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് നമ്പർ കാണിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതും എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് ഓപ്ഷനിൽ പോവുക. ബാക്ക് സ്പേസസ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർമാറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. PDF എന്നുള്ളത് സെലക്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഫോൾഡറിൽ പോയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോട്ട് നമ്പർ ഉണ്ടോ, നമ്മൾ എസ് കൊടുത്തതൊക്കെ 0 വാല്യൂവിലും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടാലിയിൽ എക്സ്പോർട്ട് ചെയ്ത് ഷെഡ്യൂൾഡ് P&L ബാലൻസ് ഷീറ്റും എടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഡിറ്റ് ആൻഡ് കംപ്ലയൻസിൽ പോയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ എല്ലാം അസറ്റ് എല്ലാം വരുന്നത് അൺഗ്രൂപ്പ്ഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. അൺഗ്രൂപ്പ്ഡ് അസറ്റ് എന്ന് പറഞ്ഞായിരിക്കും ഇവിടെ വരിക. ഒരു റെഡ് കളറിലായിരിക്കും അത് കാണുന്നത്. ആ റെഡ് കളറിലുള്ളതിന് എൻ്റർ അടിക്കുക. അതിനകത്തുള്ള ഓരോ ഐറ്റവും
വെഹിക്കിളാണെങ്കിൽ വെഹിക്കിളിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെഡ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണെങ്കിൽ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഗ്രോസ് എമൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ആണെങ്കിൽ ഫർണിച്ചർ ഫ്രീ ഹോൾഡ് ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ഗ്രോസ് എമൗണ്ട് സെലക്ട് ചെയ്യുക. ക്ലാസിഫയറിൽ പോയിട്ട് വെഹിക്കിൾസ് ആണെങ്കിൽ അങ്ങനെ തന്നെ ഫ്രീ ഹോൾഡ് വെഹിക്കിൾസ് ഗ്രോസ് എമൗണ്ട് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.